കർത്താവ് നല്ലവനാണ്, കർത്താവിൻ്റെ കോട്ടയാണ്, കർത്താവ് വിശ്വസ്തനാണ്. ഞാൻ അവൻ വിശ്വസ്തനാണെന്ന് പറയുന്നു, കാരണം ഞാൻ ആഴത്തിലുള്ള വെള്ളത്തിലൂടെ നടക്കുമ്പോൾ അവൻ എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ കണ്ടെത്തി. ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിലൂടെ കടന്നു പോകുമ്പോൾ അവനൊരു വലിയ സഹായമാണെന്ന് ഞാൻ കണ്ടെത്തി. ഞാൻ തീയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ദൈവമായ യഹോവ എന്നോടൊപ്പമുണ്ട്. എല്ലാ ദിവസവും രാവിലെ നാം ദൈവത്തിന് മുൻഗണന നൽകുകയും അതിനായി സമയം കണ്ടെത്തുകയും ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദിവസം കടന്നു പോകാൻ നമുക്ക് അവൻ്റെ കൃപ ആവശ്യമാണ്. നമ്മുടെ ജോലിയിൽ ഏർപ്പെടുമ്പോൾ നമ്മെ സുരക്ഷിതരായി നിലനിർത്താൻ നമുക്ക് അവൻ്റെ സംരക്ഷണം ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മെ ഉപദേശിക്കുകയും ശുശ്രൂഷിക്കുകയും നമ്മെ നയിക്കുകയും വേണം. എന്നാൽ എല്ലാറ്റിനുമുപരി കർത്താവ് നമ്മുടെ മുമ്പിൽ പോകുന്നതിനും അവൻ്റെ സാന്നിധ്യം നമുക്ക് ചുറ്റും പാളയമിറങ്ങുന്നതിനും വേണ്ടി നാം എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ശക്തമാണെന്ന് നിങ്ങൾ കാണുന്നു. അവൻ്റെ സാന്നിധ്യം നിങ്ങളെ ചുറ്റിപ്പിടിച്ച് നിങ്ങളോടൊപ്പം പോകുമ്പോൾ അത് നിങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്, അത് നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരെയും ബാധിക്കുന്നു. എല്ലാ ദിവസവും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ സാന്നിധ്യത്തിൽ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി നിങ്ങളുടെ ദിവസം ആരംഭിക്കുമ്പോൾ എന്നോടൊപ്പം ചേരൂ, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവായ യേശുവേ, എൻ്റെ ദിവസത്തിൻ്റെ ആദ്യ ഫലങ്ങൾ ഞാൻ നിനക്ക് നൽകുന്നു. ഞാൻ നിൻ്റെ വിശുദ്ധ നാമത്തെ, രാജാവായ യേശുവേ, എൻ്റെ ഉയർത്തെഴുന്നേറ്റ രക്ഷകനും എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന മൂലക്കല്ലുമായ യേശുവേ, ഞാൻ ഉയർത്തുന്നു. കർത്താവെ, ഇന്ന് എന്നെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പോകേണ്ട വഴി എനിക്ക് കാണിച്ചു തരണമേ. അതിരുകളില്ലാത്ത നിന്റെ സ്നേഹത്തിനായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ ദിവസം ആരംഭിക്കുമ്പോൾ നിന്റെ പരിശുദ്ധാത്മാവ് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇന്ന് എന്നെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന എല്ലാ ചങ്ങലകളും അത് തകർക്കട്ടെ. കർത്താവെ, എനിക്ക് നിന്നിലും എൻ്റെ ജീവിതത്തിനായുള്ള നിന്റെ പദ്ധതിയിലും പൂർണ്ണ വിശ്വാസമുണ്ട്. എൻ്റെ ജീവിതം നിന്റെ കൈകളിലാണെന്ന് എനിക്കറിയാം. ഇന്ന് എന്താണുള്ളതെന്ന് നിനക്ക് മാത്രമേ അറിയൂ. അതിനാൽ നീ നേതൃത്വം നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കാലുകൾക്ക് ഒരു വിളക്കായി എന്നെ നയിക്കുകയും സുരക്ഷിതമായി നടക്കാൻ എന്നെ നയിക്കുകയും ചെയ്യുക. എൻ്റെ കാലുകൾക്കൊരു വിളക്കായി മാറുകയും ഞാൻ എവിടേക്ക് പോകണമെന്ന് എന്നെ കാണിക്കുകയും ചെയ്യുക. കർത്താവെ, നിന്റെ ദൃഷ്ടിയിൽ പ്രസാദകരവും സ്വീകാര്യവുമായ രീതിയിൽ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തിന്മയിൽ നിന്ന് എന്നെ അകറ്റി നിർത്തുക. പിതാവേ, എന്നെ ദുഷ്ടസ്വാധീനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക. നിന്റെ കൃപയാൽ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് എന്നെ കണ്ടെത്തുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പുതിയ അവസരങ്ങൾ എൻ്റെ വഴിക്ക് വരട്ടെ. പുതിയ അനുഗ്രഹങ്ങൾ എൻ്റെ വഴിക്ക് വരട്ടെ. ഇന്ന് എൻ്റെ ചുറ്റുമുള്ളവർക്ക് പോലും നിന്റെ സാന്നിധ്യവും പ്രീതിയും എന്നിൽ ശക്തമായിരിക്കട്ടെ. അവർ അത് അനുഭവിക്കും. കർത്താവേ, എൻ്റെ ഉള്ളിലുള്ള ദൈവത്താൽ മറ്റുള്ളവർ സ്വാധീനിക്കപ്പെടട്ടെ. പിതാവേ, ഞാൻ രാവിലെ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നും ഉച്ചയ്ക്ക് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നും വൈകുന്നേരം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ പ്രീതി എൻ്റെ മുമ്പിൽ പോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് എന്നെ മൂടുന്നത്. പരിശുദ്ധാത്മാവേ, നീ എന്നോട് സംസാരിക്കട്ടെ. ദൈവവചനത്തിനും ദൈവഹിതത്തിനും അനുസൃതമായി എന്നെ നിലനിർത്തുന്ന ആ നിശ്ചലവും ചെറുതുമായ ശബ്ദം നീ ആയിരിക്കട്ടെ. എൻ്റെ ഹൃദയത്തെ ആകർഷിക്കുകയും പാപത്തിൽ നിന്ന് എന്നെ തടയുകയും ചെയ്യുന്ന ആ ബോധ്യം നീ ആയിരിക്കട്ടെ. കർത്താവായ യേശുവേ, ഞാൻ ശക്തി കണ്ടെത്തുന്നത് നിന്നിലാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. സന്തോഷത്തോടെയും ധൈര്യത്തോടെയും ഈ പുതിയ ദിവസത്തെ നേരിടാനുള്ള ശക്തി. എൻ്റെ മനസ്സിന് സമാധാനം നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ ഹൃദയത്തിന് സമാധാനം നൽകണമേ. എൻ്റെ ഉള്ളിലെ എല്ലാ സംഘർഷങ്ങളെയും നിശബ്ദമാക്കണമേ. എന്നെ അസ്ഥിരപ്പെടുത്താനോ നിരുത്സാഹപ്പെടുത്താനോ ശത്രു അയച്ച എല്ലാ ആദാനം ഏറ്റുപറയുന്നു. കർത്താവേ, എൻ്റെ സ്വർഗസ്ഥനായ പിതാവേ, നീ എല്ലാം എൻ്റെ നന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നീ ആ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ പോലും ഞാനത് കാണുന്നില്ലെങ്കിലും കർത്താവെ, എനിക്ക് ഏറ്റവും നല്ലതെന്താണെന്ന് അങ്ങ് അറിയുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്തു. യേശുവേ, നിന്നിലാണ് എൻ്റെ പ്രത്യാശ. ഒരിക്കലും നിരാശപ്പെടുത്താത്തവനിൽ എൻ്റെ പ്രത്യാശ സ്ഥാപിക്കുന്നു. കർത്താവെ, നിന്നിൽ എനിക്ക് ഒന്നിനും കുറവില്ല. നീ എനിക്ക് വേണ്ടി കരുതുന്നു. എൻ്റെ ശത്രുക്കളുടെ സാന്നിധ്യത്തിൽ നീ എനിക്കായി ഒരു മേശ ഒരുക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ, ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോലുകൾ കൈകളിൽ പിടിച്ചിരിക്കുന്നവൻ, എൻ്റെ ലംഘനങ്ങൾ നിമിത്തം മുറിവേറ്റവനും എൻ്റെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നവനും, യേശു ക്രിസ്തു എന്നെ നോക്കുന്നതിനാൽ എനിക്ക് മനസ്സമാധാനമുണ്ട്. അതിനാൽ ഞാൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. അവൻ്റെ വടിയും കോലും എന്നെ അടുത്തു നിർത്തും. അവ എന്നെ നയിക്കും. കർത്താവായ യേശുവേ, നിനക്ക് മാത്രമേ മരണനിഴലിൻ്റെ താഴ്വരയിലൂടെ എന്നെ നയിക്കാൻ കഴിയൂ. നീ എന്നെ അതിലൂടെ നയിച്ച് ഇപ്പോഴും എനിക്ക് സമാധാനം നൽകുന്നു. ആ താഴ്വരയിലൂടെ എന്നെ നയിച്ച് ഇപ്പോഴും സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യുന്നു. കർത്താവേ, നിനക്ക് മാത്രമേ ഞാൻ ദുർബലനും ക്ഷീണിതനുമായിരിക്കുമ്പോൾ, ഞാൻ ഭയപ്പെടുമ്പോൾ പോലും എന്നെ നയിക്കാൻ കഴിയൂ. നീ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയോ ചെയ്യില്ലെന്ന് നീ ഇപ്പോഴും അറിയിക്കുന്നു. യേശുവിലൊരു സുഹൃത്തുണ്ട്. യേശുവിലൊരു പിതാവുണ്ട്. എൻ്റെ സംരക്ഷകനായി നീ അവിടെയുണ്ട്. എൻ്റെ ശക്തമായ ഗോപുരമായി നീ അവിടെയുണ്ട്. കർത്താവെ, എപ്പോഴും എന്നോടൊപ്പം നടക്കാൻ ഞാൻ നിന്നെ ക്ഷണിക്കുന്നു. എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ മേൽ ചുമതല വഹിക്കാൻ ഒരു കൂട്ടം ദൂതന്മാരെ അയക്കണമേ. ഞാൻ നിൻ്റെ വിശുദ്ധ നാമത്തെ അനുഗ്രഹിക്കുകയും എൻ്റെ നല്ല ഇടയനാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു.
നീ എൻ്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ വ്യക്തിപരമായ രക്ഷകനുമാണ്. പച്ചപ്പുൽമേടുകളിൽ എന്നെ കിടത്തുന്നത് നീയാണ്. നിശ്ചല ജലത്തിനരികിൽ എന്നെ നയിക്കുന്നു. ഇന്ന് ഞാൻ കർത്താവെ എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ഈ ദിവസത്തെ നിന്നോടൊപ്പം നേരിടാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവെ, എൻ്റെ ശക്തിയിലല്ല, എൻ്റെ അല്ല, നിന്റെ ജ്ഞാനത്താൽ ഈ ദിവസത്തെ ഞാൻ നേരിടട്ടെ. വിശ്വാസത്തിൽ ധൈര്യത്തോടെ നിൽക്കാൻ എന്നെ സഹായിക്കൂ. പിശാചിന്റെ വഴിക്ക് അയച്ചേക്കാവുന്ന ഏതൊരു ആശയക്കുഴപ്പത്തിൽ നിന്നും മുക്തമായി മനസ്സിന്റെ വ്യക്തത കൈവരിക്കാൻ എന്നെ സഹായിക്കൂ. കർത്താവെ, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ മാത്രമല്ല, ശരിയായ തീരുമാനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഈ വാഗ്ദാനം സത്യമാണെന്ന് ഞാൻ പറയുന്നു. രാജാവായ യേശുവേ, ഞാൻ ജോലിയിലായാലും എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. കാര്യങ്ങൾ കാര്യക്ഷമമായും നന്നായി ചെയ്യാനും എനിക്ക് കഴിവുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. കാരണം ക്രിസ്തു എന്നെ ശക്തിപ്പെടുത്തുന്നു. അത് സ്കൂളുമായോ പഠനവുമായോ ബന്ധപ്പെട്ടതായാലും കർത്താവെ, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. പിതാവേ, ഇന്ന് ഞാൻ എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ കുട്ടികൾ, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, ഭവനത്തിലെ മുതിർന്നവർ, അമ്മായിമാർ, അമ്മാവന്മാർ, അങ്ങയുടെ സംരക്ഷണത്തിൽ ഞാൻ അവരെ ഏൽപ്പിക്കുന്നു. ശത്രുവിൻ്റെ കാഴ്ചയിൽ നിന്നും തന്ത്രങ്ങളിൽ നിന്നും ഞാൻ മറഞ്ഞിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, കൊടുങ്കാറ്റുകളുടെ നടുവിൽ എനിക്ക് സമാധാനമുണ്ടെന്ന് ഞാൻ ഏറ്റുപറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. കുഴപ്പങ്ങളുടെ നടുവിൽ എനിക്ക് സമാധാനമുണ്ട്. ചുറ്റും ആശയക്കുഴപ്പം ഉണ്ടാകുമ്പോഴും എനിക്ക് സമാധാനവും വ്യക്തതയുണ്ട്. പരീക്ഷണ സമയങ്ങളിൽ അങ്ങയുടെ സമാധാനം എന്നെ ആശ്വസിപ്പിക്കുന്നു. കർത്താവെ, നിന്റെ സമാധാനമാണ് എന്നെ ക്ഷീണിതനാക്കാതിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലുമുള്ള ശക്തിയാലും ഞാൻ പ്രഖ്യാപിക്കുന്നു, എനിക്ക് ശക്തി നൽകപ്പെട്ടിരിക്കുന്നു. ആത്മാവിൻ്റെ വാൾ കൊണ്ട് സർപ്പങ്ങളെയും തേളുകളെയും ചവിട്ടിമെതിക്കാൻ എനിക്ക് അധികാരമുണ്ട്. ഒന്നും എന്നെ ഒരു തരത്തിലും ഉപദ്രവിക്കില്ല. കർത്താവെ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്റെ വചനം എനിക്ക് ആ വാഗ്ദാനം നൽകുന്നു. ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളെയും തകർക്കാൻ എനിക്ക് അധികാരമുണ്ടെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. കർത്താവെ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ കൃപയും കരുണയും ചൊരിയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ മേൽ പരിധിയില്ലാത്ത അനുഗ്രഹം ചൊരിയണമേ. എൻ്റെ ആത്മാവിനെ പുതുക്കി എന്നെ പുനരുജ്ജീവിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിനോട് സംവേദനക്ഷമതയുള്ളവനാകാൻ എൻ്റെ ആത്മാവിനെ ജീവിപ്പിക്കണമേ. എല്ലാ ശക്തിയും നിന്റെ കൈകളിലാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് നിന്റെ സന്നിധിയിൽ വരുന്നു. നീ ഒരിക്കലും ഉറങ്ങുകയോ ചെയ്യാത്ത ഒരു ദൈവമാണെന്ന് എനിക്കറിയാം. ഭൂമി നിന്റെ പാദപീഠമാണ്. കർത്താവെ, നീ നിന്റെ ജനത്തെ പരിപാലിക്കുന്ന ദൈവമാണ്. നിന്റെ ആടുകൾ നിന്റെ ശബ്ദം കേൾക്കുന്നു. കർത്താവെ, നീ അവരെ അറിയുന്നു. ഞങ്ങൾ നേരിടുന്ന എല്ലാ സാഹചര്യങ്ങളിലും സന്നിഹിതനായിരിക്കുന്ന നല്ല ഇടയനാണ് നീ. എപ്പോഴും നയിക്കുന്നു. പിതാവെ, ഞാൻ എല്ലാം നിനക്ക് സമർപ്പിക്കുന്നു. ഈ ദിവസം ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ഇഷ്ടം ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ചോദ്യങ്ങളും സംശയങ്ങളും ഭയങ്ങളും പോലും ഞാൻ സമർപ്പിക്കുന്നു. എല്ലാ നെഗറ്റീവ് വികാരങ്ങളും ഞാൻ അത് നിനക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അത് സ്വീകരിക്കുക. പിതാവെ, എൻ്റെ ഹൃദയത്തെയോ ആത്മാവിനെയോ ഭാരപ്പെടുത്തുന്ന ഏതൊരു കാര്യത്തിൻ്റെയും ഭാരത്തിൽ നിന്നും ഞാൻ സ്വതന്ത്രനാകട്ടെ. ഈ പുതിയ ദിവസത്തിൻ്റെ ദാനത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ പുതിയതായിരിക്കുന്ന നിന്റെ കാരുണ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. നിന്റെ സാന്നിധ്യത്തിൻ്റെ വെളിച്ചം കർത്താവെ എന്നെ നയിക്കട്ടെ. കർത്താവെ, നീ എന്നെ സ്നേഹിക്കുന്നതിൽ ഞാൻ നന്ദിയുള്ളവനാണ്. എന്നെ കേൾക്കുന്നതിൽ ഞാൻ നന്ദിയുള്ളവനാണ്. കർത്താവെ, നീയുമായി നിരന്തരമായ അടുത്ത കൂട്ടായ്മയിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലായ്പ്പോഴും എൻ്റെ പാതകൾ നീ നേരെയാക്കണമേ. നിന്റെ സാന്നിധ്യം എന്നോടൊപ്പം എൻ്റെ ചുറ്റും എല്ലായ്പ്പോഴും എന്നെ ചുറ്റിപ്പറ്റിയിരിക്കട്ടെ. കർത്താവെ, ഈ ദിവസത്തിനായി ഞാൻ നിനക്ക് നന്ദി പറയുന്നു. അത് നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ മഹത്തായ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.